ഇനി ഒരു രാസലഹരി കയറ്റുമതിയെക്കുറിച്ചുള്ള വാർത്തയാണ് അശ്വതി. കേരളത്തേക്ക് വൻതോതിൽ രാസലഹരി കയറ്റുമതി ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. കണ്ണൂർ പറശ്ശിനിക്കടവ് സൽവ മൻസിലിൽ മുഹമ്മദ് സിജാഹും കൊല്ലം മുണ്ടക്കൽ സ്വദേശി അദ്വൈതയുമാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 23 ഗ്രാം MDMAയുമായി ICS ജംഗ്ഷനിൽ നിന്നും ഒരു യുവതിയെ പിടികൂടിയിരുന്നു. ഈ കേസിൽ രണ്ടാം പ്രതിയായ ഷംനാദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബാംഗ്ലൂരിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഷംനാദിന് MDMA കൈമാറിയ സംഘത്തിലെ 3 പേരെയും പിടികൂടി. ഇതിൽ 2 പേർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളും ഒരാൾ കർണാടക ഷിമോഗ സ്വദേശിയുമായിരുന്നു. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കയറ്റി അയക്കുന്ന സംഘത്തിലെ മുഹമ്മദ് സിജാഹും അദ്വൈതയും പിടിയിലായത്. ബാംഗ്ലൂരിൽ റേഡിയോളജി പഠനത്തിന് പോയതാണ് അദ്വൈത. പിന്നീട് സിജാഹുമായി ചേർന്ന് രാസലഹരി കയറ്റുമതി തുടങ്ങി. വ്യാജപേരിൽ ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്ന കമിതാക്കളാണിവർ. സിജാഹിനെ മുൻപും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾ തിരുവനന്തപുരത്തും കണ്ണൂരിലും ഉൾപ്പെടെ 3ഓളം ലഹരി കേസുകളിൽ പ്രതിയാണ്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.